നിത നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിത, ഈ വെടിനിർത്തൽ കരാറൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചെറിയ രീതിയിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ കരാർ ഇത് ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ആവണി സൂചിപ്പിച്ചതുപോലെ തന്നെ കരാറൊക്കെ നിലവിൽ വരുമ്പോഴും ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നും ഗൾഫ് മേഖലകളും ഒപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഐലൻഡിന് സമീപവും സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറാനിലെ ഖഷാം ഐലൻഡിന് സമീപമാണ് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഈ ഹോർമുസ് കടലിടുക്കിന് സമീപത്തുള്ളതാണ് ഈ ദ്വീപ്. അങ്ങനെ ഇറാനിൽ ഈ ഒരു ആക്രമണം ഉണ്ടാവുന്നതായുള്ള സ്ഥിരീകരണം കൂടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായതായിട്ടുള്ള ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഗൾഫ് മേഖലകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതുപോലെ തന്നെ ഗൾഫ് മേഖലകളിൽ ഇപ്പോഴും ഈ ഒരു സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. കുവൈത്തിലും ബഹ്റിനിലുമാണ് US കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ആക്രമണങ്ങളിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബഹ്റിനിൽ ഈ കപ്പൽ വ്യൂഹത്തിന്റെ ഒരു ആസ്ഥാനത്തെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു ആക്രമണം ുമ്പോൾ ഈ നമുക്കറിയുന്ന പോലെ ബഹ്റൈനിലും കുവൈറ്റിലും അടക്കം ഈ ആക്രമണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാവുന്നതാണ്. ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഈ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ സമാധാന ചർച്ചയിലേക്കൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. കുവൈത്തിലും ഈ US സൈന്യത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആക്രമണങ്ങളെല്ലാം ചെറുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഈ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിലേക്കും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് ഈ കടലിടുക്ക് തുറക്കുകയാണെങ്കിൽ പോലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ല എന്നുള്ളൊരു പ്രതികരണം US-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. നമുക്കറിയുന്ന പോലെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇളവ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇറാന്റെ ഒരു പരമോന്നത നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ചർച്ചകളും ഇപ്പോൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യം. താങ്കളുടെ രാജ്യത്തെ പരമോന്നത നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഗൾഫ് മേഖലകളെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു സമവായ ചർച്ചകളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ട്രംപ് അങ്ങനത്തെ വിവരങ്ങളൊക്കെ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തരത്തിലേക്കല്ല ഇപ്പോൾ സാഹചര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നിലവിലിപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇറാനിൽ ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്കിന് സമീപത്താണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ആക്രമണം നടന്നിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ നീതയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.